നേരെ നിന്ന് ആർക്കും മറ്റൊരാളെ വോട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തവണ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ്. അതുപോലെ തന്നെ ജിസയിലും അനീഷും തമ്മിൽ ഭയങ്കര ഒരു വഴക്കുണ്ടായി. ഭയങ്കര ചെറിയൊരു കേസിന് വഴക്കുണ്ടായി. പക്ഷെ അനീഷ് ആവശ്യമായിട്ട് ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നു. അത് അവനിക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടും ബാധിച്ചേക്കാം, നെഗറ്റീവായിട്ടും ബാധിച്ചേക്കാം. പിന്നെ ക്യാപ്റ്റനായ ഷാനവാസ് നല്ല രീതിയിൽ തന്നെ ക്യാപ്റ്റൻസി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ലൈവിൽ നടന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് ഫുൾ എപ്പിസോഡായിരുന്നു മൊത്തം നടന്നത്. മിഡ് വീക്ക് എവിക്ഷൻ, സാധാരണ എവിക്ഷൻ, അങ്ങനെ ഒരാൾ മാത്രം സേവ് ആയി. അതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഡേ 8 റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ആദ്യം 4:50 ആയപ്പോഴത്തേക്കും ജിസയില് എന്തൊക്കെയോ ഒരു മേക്കപ്പ് സാധനം എന്താണെന്നറിയില്ല, ഒരു ട്യൂബ് പോലത്തെ സാധനം എടുത്തിട്ട് മൊത്തം ഹെഡ്സെറ്റൊക്കെ തേക്കാണ്. ഇത് 4:50 ആയപ്പോഴാണ് ജിസയിൽ കിടന്ന് ഉറങ്ങുന്നത്. പക്ഷെ 8 മണിയായപ്പോഴത്തേക്കും ജിസയില് അവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി എങ്ങനെയാണെന്ന് ഉറങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 4:50 എനിക്ക് തോന്നുന്നു എല്ലാവരും ചിലപ്പോൾ ആ ടൈമിലായിരിക്കും കിടന്ന് ഉറങ്ങിയത്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞത്തേക്ക് അറിയില്ല. മോർണിംഗ് 8 മണിക്ക് എല്ലാവരും ഡാൻസ് കളിക്കുന്നു, മോർണിംഗ് ഡാൻസ് കളിക്കുന്നു. അപ്പൊ കുറച്ചൊരു 8:25 ആയപ്പോഴത്തേക്കും നമ്മുടെ അനീഷ് വന്നിട്ട് ലെറ്റർ അയക്കുകയാണ്. നൽകിയ വസ്ത്രങ്ങൾ മാത്രമല്ലാതെ നിങ്ങളുടെ ഡ്രസ്സുകളൊന്നും ഇടരുതെന്ന് പറഞ്ഞ സംഭവമാണ്. വെച്ചാൽ വേറെ ഒന്നുമല്ല, ജിസയില് ഇട്ടിരിക്കുന്ന വസ്ത്രം അവളുടേതാണ്, അതല്ല ബിഗ് ബോസ് എന്ന വസ്ത്രമാണ് ഇടേണ്ടത് അതെന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ അനീഷ് പറയാണ്, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ജിസയിൽ, ഇവിടെ നിനക്ക് മാത്രം ഇതിൽ സ്പെഷ്യാലിറ്റി എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കറിയാൻ പാടില്ല. ഒരാളോട് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞത് അനീഷ് കാണിക്കുന്ന ഈ വെറുപ്പിക്കലുണ്ടല്ലോ, അതാണ് ഈ സഹിക്കാൻ പറ്റത്. കാണുമ്പോ തന്നെ എനിക്ക് തന്നെ ഇവൻ എന്തീ കിടന്ന് കാണിക്കുന്നതെന്ന്. പക്ഷെ അനീഷ് പോയാലുള്ള പ്രശ്നം വെച്ചാൽ കണ്ടന്റ് ഉണ്ടാവത്തില്ല. അതാണ് കഴിഞ്ഞ വർഷം ജാസ്മിൻ ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അനീഷാണ് ഇവരുടെ കണ്ടന്റ്. കാരണം അനീഷ് ഉണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ ഇതുണ്ടാവും. പക്ഷെ അനീഷിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അനീഷ് വിന്നർ ആവാനൊരു കാര്യമുണ്ട്. ഇവനെല്ലാം തുറന്നു പറയും. വെച്ചാൽ പറയുന്ന നേരത്തെ പറയും, എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും, എല്ലാം ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഈ പറയുന്നതിന് ഒരു പ്രാവശ്യം പറയാം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജിസിയിൽ നിനക്ക് മാത്രം സ്പെഷ്യാലിറ്റി, നിനക്ക് മാത്രം സ്പെഷ്യാലിറ്റി, ഡ്രസ്സ് മാറ്റണം, ഡ്രസ്സ് ഇപ്പോൾ തന്നെ എന്റെ പൊന്നോ, അതാണ് വെറുപ്പിക്കല്. ആ വെറുപ്പിക്കല് മാറ്റി കഴിഞ്ഞാൽ അനീഷ് ഒരു ഗുഡ് പ്ലെയർ ആണ്. സത്യം, അനീഷ് ഒരു ഗുഡ് പ്ലെയർ ആണെങ്കിൽ ആ വെറുപ്പിക്കൽ മാറ്റിയാൽ മതി. എല്ലാവരും ഈ കണ്ടിട്ടുള്ള ചൊറിയലും ആ ഒരു വെറുപ്പിക്കൽ എല്ലാം അങ്ങ് മാറ്റിയാൽ മതി. ഫസ്റ്റ് ഡേ മുതൽ തന്നെ വെറുപ്പിക്കലാണ് അനീഷ്. അതുകൊണ്ട് അനീഷ് ആ ഒരു സംഭവം മാറ്റി നിർത്തിയാല് അനീഷ് ഒരു ഗുഡ് പ്ലെയർ ആണ്. വിന്നർ ആവാനുള്ള ക്വാളിറ്റി അനീഷിനുണ്ടാകും. എന്ത് ചെയ്യാൻ, അത് ചെയ്യില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞ ലാലേട്ടൻ വന്നിട്ട് അത് പറയണം. മോനെ നമുക്ക് കേൾക്കാനൊക്കെ അറിയാം, മോൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അനീഷ് ആ സ്കൂളിൽ നിർത്തും. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. പിന്നെ 10:50 ആകുമ്പോഴത്തേക്കും ഈ ഇവർക്ക് കിട്ടിയൊരു വസ്ത്രം ഉണ്ടല്ലോ, ഒരു ബ്ലൂ വസ്ത്രം. ഇന്നലെ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡ്രസ്സ് സ്റ്റോർ റൂമിലുണ്ട്, അതെടുത്ത് ഇടണമെന്ന് പറഞ്ഞു. അത് നമ്മുടെ ഇതുപോലത്തെ ഒരു സാധനമാണ്, സൂപ്പർ മാർക്കറ്റ് സാധനമാണ്, എന്തോ ആണ് സംഭവം. അപ്പോൾ ആ സാധനം ഇടണം എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാല് അതിട്ട് വേണം നിങ്ങളെല്ലാവരും എടുക്കുക. പക്ഷെ ബാൻഡ്, റൈസ് ബാൻഡ് ഉള്ളവർ ഇത് ഇടണ്ട, കാരണം അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ ഈ സാധനം നമ്മൾ എപ്പോഴാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കണം. ഇതിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ സ്റ്റെക്ക് ആവുന്ന ടൈമില് നിങ്ങളുടെ ശരീരത്തിൽ ഈ സാധനം ഉണ്ടാവണം. ഒരു ബ്ലൂ കളറിലെ ഒരു ഷോൾ ഉണ്ട്, എന്ത് ഷോളാണ് എന്തോ സംഭവം ഉണ്ട്, അത് ഇടണം. നിങ്ങളുടെ ശരീരത്തിൽ ആ സാധനം ഇല്ലെങ്കിൽ നിങ്ങളുടെ 1 സെക്കൻഡ് വീതം എന്ന് വെച്ചാൽ നിങ്ങളുടെ പണിപ്പൊരു ടാസ്കിൽ പോകാനുള്ള 1 സെക്കൻഡ് വീതം നഷ്ടമാകും എന്നാണ് പറയുന്നത്. അപ്പൊ ബാത്റൂമിലായാലും ഈ സംഭവം ഉണ്ടെന്ന് പറയും. ഈ ബാത്റൂമിലാണെങ്കിൽ നിങ്ങളുടെ ഈ സംഭവം 1 സെക്കൻഡ് നഷ്ടമാകും എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ഇടാം. റേസ് ബാൻഡ് ഉള്ളവർ ഇടരുത്. റേസ് ബാൻഡ് ഉള്ളവർ ഇടുകയാണെങ്കിൽ പിന്നെ അവരുടെ ഇതും പോകുമെന്ന് പറയുന്നു. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി പറയാണ് റാങ്കിങ് ടാസ്ക്. റാങ്കിങ് ടാസ്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ സീസൺ 3 കണ്ടിട്ടുണ്ട്. പിന്നെ സീസൺ 4 ഉണ്ടായിട്ടുണ്ടോ? സീസൺ 3 സീസൺ 3 ഒരു ഭയങ്കര ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ട്. മറ്റേ രമ്യയും ഫിറോസ്
ഫിറോസ് ഖാനൊക്കെ ഭയങ്കര ഇഷ്യൂ ആയത് ആ റാങ്കിങ് ടാസ്കില്, എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അതേപോലത്തെ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ റാങ്കിങ് ടാസ്കിൽ എന്ന് വെച്ചാല് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നവർക്ക് 20 സെക്കൻഡ് കിട്ടും, രണ്ട് പൊസിഷനിൽ പോകുന്നവർക്ക് 15 സെക്കൻഡും കിട്ടും. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ 10 സെക്കൻഡ് വെച്ച് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, ആദിലയും നോറയും ഇത് സെപ്പറേറ്റ് ആയിട്ട് പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ എന്താണ് നമ്മുടെ വോട്ടിങ്ങിലൂടെയല്ല 1-2 സ്ഥാനം തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഒരു ഇഷ്ടം വെച്ചാല് ഇപ്പൊ നമ്മൾ പറയാം എനിക്ക് 1-ാം സ്ഥാനം, നമ്മൾ വാദിക്കൂലേ, എനിക്ക് 1-ാം സ്ഥാനം തന്നെ വേണം, 2-ാം സ്ഥാനം തന്നെ എനിക്ക് വേണമെന്ന് വാദിച്ചിട്ട് വേണം എടുക്കാൻ. അല്ലാതെ വോട്ടിങ്ങിലൂടെ അല്ല. ഇപ്പൊ ഒരാൾ പറയാണ് അനീഷിനെ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ ആൾക്ക് താല്പര്യമുണ്ട്, അപ്പൊ ആ കൈ പൊക്കുന്നു. അങ്ങനെയല്ല, ഇത് അവരവരുടെ ഇഷ്ടത്തിന് വേണം. അപ്പൊ 1 മണിക്കൂർ സമയമുണ്ട്, ഈ 1 മണിക്കൂറിനുള്ളിൽ ഇവര് തീർക്കണമെന്ന് പറയുന്നു. ഇതിനിടക്കാണെങ്കിൽ അനീഷ് വന്നിട്ട് ഞാൻ 1-ാമത്തെ പൊസിഷനെ വെക്കത്തുള്ളൂ, എന്റെ 1-ാമത്തെ പൊസിഷൻ ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എന്റെ 1-ാമത്തെ പൊസിഷൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നോ അവിടെ കുറെ വെറുപ്പിക്കലും കാര്യങ്ങളും. 1-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വാശിയാണ് സത്യം. എന്നിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയണ്ടേ, എനിക്ക് ഇന്ന സ്ഥാനം മതി, ഈ സ്ഥാനം മതി എന്നൊക്കെ പറയുന്നു. ശരത്ത് ഒപ്പം ഒച്ചുണ്ടാക്കുന്ന അനീഷിനോട് എനിക്ക് 1-ാം സ്ഥാനം തന്നെ മതി. പക്ഷെ ഈ അനീഷ് എന്ന് പറഞ്ഞ മണ്ടനാണ്, ചിന്തിക്കുന്ന ഒരു കാര്യം. കാരണം അനീഷിന്റെ വിചാരം വെച്ചാൽ അനീഷ് എന്താണ് അവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. ഷാനവാസ് പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഷാനവാസിന് കൈയടി കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ചാല് ഈ റേസ് ബാൻഡ് ഉള്ളവർ 1-2 സ്ഥാനത്ത് നിൽക്കട്ടെ, അതല്ലാത്തവര് റേസ് ബാൻഡ് എന്താണ് നമ്മുടെ ഇതില്ലാത്തവര് എന്താണ് 1-2 സ്ഥാനത്തിലുള്ളവരല്ലാതെ ഈ ബാക്കി ആൾക്കാര് 3 മുതലുള്ള സ്ഥാനത്ത് നിൽക്കാൻ പറയും. കാരണം ഈ റേസ് ബാൻഡ് കിട്ടിയ ആൾക്കാർക്കൊക്കെ വസ്ത്രങ്ങളുണ്ട്, അവർക്ക് ഭക്ഷണത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഭക്ഷണം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇപ്പൊ റേസ് ബാൻഡ് ഉള്ളത് ആര്യനുണ്ട്, ആദില നോറയ്ക്കുണ്ട്, പിന്നെ ആർക്കുള്ളത് നെവിനുണ്ട്. ഈ 3 പേരില് 2 പേർക്ക് 1-2 സ്ഥാനത്ത് കൊടുക്കുകയാണെങ്കിൽ അവര് ഭക്ഷണത്തിന്റെ കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ ബാക്കിയുള്ള 3 മുതൽ 19 ആൾക്കാർ വരെയുള്ളവര് എന്താണ് അവരുടെ നീഡ്സ്, അവരുടെ വസ്ത്രങ്ങൾ എടുക്കാം, ചിലപ്പോൾ അവരുടെ കോസ്മെറ്റിക്സ് ഒക്കെ എടുക്കും. പക്ഷേ ഇത് അനീഷ് ചിന്തിക്കുന്നില്ല. അനീഷ് അത് ചിന്തിക്കുന്നില്ല. കാരണം ഇവിടെ എന്താണ് അനീഷിന് വസ്ത്രവും വേണം എന്നുള്ളത്. ഓക്കെ, വസ്ത്രങ്ങൾ എടുത്തോ, പക്ഷെ ഭക്ഷണം നമുക്ക് വേണം അല്ലെ? അത് അനീഷ് ചിന്തിക്കുന്നില്ല. അനീഷ് ഒന്നും ചിന്തിക്കും. പക്ഷെ അനീഷിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ എനിക്ക് മനസ്സിലായത് എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അനീഷിന്റെ ഒരു വെച്ചിട്ട് ഞാൻ പറയാം. അനീഷ് എല്ലാവരും അനീഷിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, വേറെ ഒന്നുമല്ല. നമ്മുടെ കഴിഞ്ഞ സീസണിലെ ആൾക്കാരെ വെച്ചിട്ട് അങ്ങ് ഒരു കുറെ സമ്മറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് തലയിൽ. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു സംഭവം സീസൺ 4 നടന്നിട്ടുണ്ട്. ഈ റോബിനെതിരെ ആ ഒരു ടൈമിൽ റോബിനെതിരെ മാത്രം ആൾക്കാർ വന്നൊരു സമയം ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതേപോലെ ഇന്ന് ശരിക്കും നമ്മുടെ അനീഷിന് നടന്നത്. അനീഷ് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് നല്ലോണം അറിയാം. ഇത് ഇങ്ങനെ വന്നാൽ ഇത് ഇങ്ങനെ ആകും എന്നുള്ളത് അനീഷിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അനീഷ് ഇങ്ങനൊരു പ്ലാൻ ചെയ്തത്. അനീഷിനെ അറിയാം ഞാൻ ഏത് പൊസിഷൻ പോയാലും എനിക്ക് എൻ്റെ വസ്തുക്കൾ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ അനീഷ് മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ അനീഷിനെതിരെ ആൾക്കാർ തിരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ 1-ാമത്തെ പൊസിഷനിലേക്ക് അനീഷിനിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ചെയർ, എന്തോ ഒരു സോഫ ടൈപ്പ് ചെയർ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ഇത് കൊണ്ടുവന്ന് വെക്കുന്നത് നേരെ രേനയുടെ കാലിലാണ്. രേനയാണെങ്കിൽ വെച്ചിട്ടാക്കുന്നു. രേനയും അനീഷൊന്ന് ഭയങ്കര ഫൈറ്റ് നടക്കുന്നു. അനീഷ് പറയാണ്, നീ എന്തിനാ ഇത്തിരി ഡ്രാമ കാണിക്കുന്നത്, എനിക്കൊന്നും പറ്റിയില്ലാന്ന് എനിക്ക് പിന്നെ ഡ്രാമ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ കുറേ പേര് ആൾക്കാരും കൂട്ടം കൂടി അറിയില്ല ഭയങ്കരമായിട്ട് ഇതാക്കിയാണ്. എന്നിട്ട് അനീഷ് പറയാണ് രേനയെ പറ്റി നീ കരച്ചിൽ നാടകം നടത്തുന്നു എന്ന് പറയുന്നു. അങ്ങനെ അക്ബറും ശരത്തും പക്ഷെ ഇതിനെ എതിർക്കും. എല്ലാവരും അവസാനം സഹിച്ചിരുന്നു. 1-ാം സ്ഥാനം പോകണമെങ്കിൽ അങ്ങ് പോട്ടെ എന്നുള്ള എല്ലാവരും പറഞ്ഞിരുന്നത്തേക്കും അപ്പാനി ശരത്തും അക്ബർ വന്നിട്ട് പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു.
അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്താണ് ആര്യൻ മറ്റേ 1-ാം സ്ഥാനത്തിൻ്റെ ഒരു ഇത് പിടിച്ചു വലിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, നിങ്ങൾ ഈ ചാലഞ്ചിൽ പരാജയപ്പെട്ടു. എല്ലാ കാര്യം ഉണ്ടായിരുന്നോ? അതാണ് അനീഷ് എന്ന് പറയുന്നത്. വെച്ചാൽ അനീഷ് ഇപ്പൊ ആ വീട്ടില് വെറുക്കുന്ന ഒരാൾ അനീഷായി മാറി. ഇത്രേ ഉള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല. കണ്ട ആ ചലഞ്ച് ടാസ്ക് പോയപ്പോ ഞാൻ പറയട്ടെ, ആ ഒരു പണിപ്പുര ടാസ്ക് പോയപ്പോ ഫസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയോ, ആ ഒരു ചാൻസ് അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു ചാൻസ് പോയി, ഈ ആഴ്ചയും പോയി എന്ന് ആലോചിക്കുമ്പോൾ അനീഷിന് കുഴപ്പമില്ല. അനീഷിന് കിട്ടുന്ന അനീഷ് ഉള്ള വസ്ത്രം കൊണ്ട് തൃപ്തനാണ്. ഇനി ഭക്ഷണം നമ്മുടെ റേഷൻ അനുസരിച്ച് നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഓക്കെ, എല്ലാം ഫൈൻ. പക്ഷെ അനീഷ് കാരണം ഒരു ഇത് പോയത് കണ്ടോ? ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് അനീഷ് ആ കളി കളിച്ചത്. ആ ടാസ്ക് പരാജയപ്പെട്ടു. പണിപ്പുര ടാസ്കിൽ ഈ ആഴ്ച പോകേണ്ട ആദ്യത്തെ ഇത് പരാജയപ്പെട്ടു. ഇനി അതൊരിക്കലും കളിക്കാൻ പറ്റില്ല, ഇനി രണ്ടാമത്തെ കളിക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ചയിൽ 2 പ്രാവശ്യമാണ് പണിപ്പുരയിൽ പോകാൻ പറ്റുന്നത്. അതിലൊരു ചാൻസ് നഷ്ടമായി കഴിഞ്ഞു. ആര് കാരണം? അനീഷ് കാരണം. ഇത് തന്നെയല്ല വീട്ടിൽ പറയുള്ളൂ, അനീഷ് കാരണമാണ് ഈ സംഭവിച്ചത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ സരിക, നമ്മുടെ സരിക എന്ന് പറയുന്ന കലാപൻ സരിക കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ആൾക്കാരെ വിളിച്ചല്ല, ഷാനവാസിന്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലി പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്താണ് പറയുന്നത്, പോയിന്റ് ഉള്ള കാര്യങ്ങൾക്ക് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. സരിക വാ തുറക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സരിക ആദ്യ ആഴ്ച തന്നെ ഇതുപോലെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് കയറി വന്നേനെ. പിന്നെ 12:45 ആയപ്പോഴത്തേക്കും എന്താണ് നോമിനേഷനിലുള്ള ഒരാളും ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻസി ആവുന്നത്. അപ്പൊ അതിന് നോമിനേഷൻ മുക്തിയൊന്നും ഉണ്ടാവത്തില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു. പിന്നെ ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു, എന്താണ് നിങ്ങൾ ഒരു സ്ഥാനം മറ്റൊരു സ്ഥാനത്തേക്ക് കൊടുക്കുമ്പോൾ വെച്ചാൽ അനീഷ് ഷാനവാസിന് ക്യാപ്റ്റനായിട്ടുള്ളത് കൊടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അതെന്ന് വെച്ചാൽ മുൻ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്തു പുതിയ ക്യാപ്റ്റന് കൈമാറണം എന്ന് പറയുന്നു. നമ്മുടെ അനീഷ് വന്നിട്ട് ഒരു ചീപ്പ്, ഉപയോഗിക്കാത്ത ഒരു ചീപ്പ് ഷാനവാസിന് കൊടുക്കുന്നു. പിന്നെ 1:45 ആയപ്പോഴത്തേക്കും നെവിൻ വന്നിട്ട് എന്തോ തക്കാളിയാണ് തോന്നുന്നു, തക്കാളി ആപ്പിൾ എന്തൊക്കെയോ ഒളിപ്പിച്ച് ഏതൊരു മൂല കൊണ്ടേ വെക്കുന്നുണ്ട്. പിന്നെ 1:25 ആയപ്പോഴത്തേക്കും എന്താണ് ജിസയിൽ ഒന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അനുമോളൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ നോക്കിയിട്ട് ഒരു കുട്ടിക്കളി കളിക്കുകയാണ്. അപ്പോൾ ജിസേലിനെ ഭയങ്കര ഇഷ്ടമായി. ജിസേൽ പറഞ്ഞു, നീ ഇത്രയും വളർന്നിട്ട് ഇപ്പോഴും ബേബി ആണെന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നത്. സത്യം ജിസേൽ പറഞ്ഞ കാര്യമുള്ളൂ. അനുമോള് എന്താണ് അവിടെ കുട്ടി കളിക്കാൻ വന്നേക്കാണോ? അനുമോള് കുറച്ചും കൂടി മെച്യൂരിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കോമഡി ആയിട്ട് എടുക്കുന്നുണ്ട് അനുമോള്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ 4 മണിയായപ്പോഴത്തേക്കും സീസൺ 7 നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും എന്ത് പറ്റി, ബിഗ് ബോസ് നിർത്തുന്നോ? വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മേക്കപ്പ് ഉപയോഗിക്കാനൊന്നും ഉപയോഗിക്കുന്നു, അവർ തന്ന ആ ഒരു കാര്യം തന്നെ വീണ്ടും. അപ്പോൾ എല്ലാവരോടും മാപ്പ് പറഞ്ഞ് നിങ്ങൾ ഉറപ്പിച്ച് മാത്രമാണ് നമ്മൾ ഈ കാര്യം ചെയ്യത്തുള്ളൂ, നമ്മൾ ഇനി മിണ്ടത്തുള്ളൂ, ബിഗ് ബോസ് മിണ്ടത്തുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും വാക്കുകൾ കൊടുക്കുന്നു, ഇനി നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള വാക്ക് കൊടുക്കുന്നു. 4 മിഡ് വീക്ക് എവിക്ഷൻ വരെയാണ്. മിഡ് വീക്ക് എവിക്ഷൻ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ മിഡ് വീക്ക് എവിക്ഷൻ ആണ്. നിങ്ങളൊരു 6 പേര്, നിങ്ങൾ ആദ്യം ഈ മിഡ് വീക്ക് എവിക്ഷൻ ഒരു പ്രത്യേകം വെച്ചാൽ നിങ്ങൾ 6 പേരെ തിരഞ്ഞെടുക്കേണ്ട സാധനമാണ്. അതില് ഓരോരുത്തർ വന്നിട്ട് ഞാൻ ഇതിൽ പോകാൻ യോഗ്യതയല്ല, അല്ലെങ്കിൽ ഞങ്ങളിത് പോകാൻ ഇതില്ലാത്ത ആൾക്കാരാണ് എന്ന് നിങ്ങൾ സംസാരത്തിലൂടെ അവർ ഇംപ്രസ് ചെയ്യിപ്പിക്കണം ഈ ഇരിക്കുന്ന ആൾക്കാരെ. അപ്പോൾ ഓരോരുത്തരും അന്നിങ്ങനെ പറഞ്ഞു പോകുന്നു. 6 പേരെ തിരഞ്ഞെടുക്കുന്നു. അതില് സരികക്ക് 10 വോട്ട് കിട്ടുന്നു. സരിക വിഷയിൽ പോകാനായിട്ട് 10 വോട്ട് കിട്ടുന്നു. ഒനീലിന് 11 വോട്ട്, അഭിലാഷിന് 7 വോട്ട്, നെവിന് 1 വോട്ട്, രേണു സുധിക്ക് 12 വോട്ട്, ആര്യന് 3 വോട്ട്, ബിൻസിക്ക് 5 വോട്ട്, ആദില നോർക്ക് 2 വോട്ട്, ശരത്തിന് 3 വോട്ട്, അനുമോളിന് 7 വോട്ട്, ജിസേലിന് 6 വോട്ട്, ബിന്നിക്ക് 3 വോട്ട്, സരികക്ക് 7 വോട്ട്, ഷാരിക
ഷാരികക്ക് 7 വോട്ട്, രേണ ഫാത്തിമക്ക് 9 വോട്ട്, ഷൈത്യക്ക് 7 വോട്ട്. ഇതേപോലെ വോട്ടുകൾ കിട്ടുന്നു. അതില് ടോപ്പ് 6 എന്ന് വെച്ചാൽ ആദ്യം കൂടുതൽ വോട്ടുള്ള ആൾക്കാരുടെ പേര് എന്തൊക്കെയാണ്, ആരൊക്കെയാണെന്ന് വെച്ചാൽ അനീഷ്, രേണുസുതി, ഒനിൽ സാബു, രേണ ഫാത്തിമ, സരിക, ഷാരിക. ഇവർ 2 പേരാണ്, അല്ലെ ഇവർ 2 പേരെന്ന്, ഇവർ 6 പേരാണ് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് പോകുന്നത്. അത് വേറൊന്നുമല്ല, ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഇടയ്ക്കെന്ന് പറയുമ്പോൾ ബുധനാഴ്ചയാണ്. ആ ഒരു ടൈമില് ആ ഒരു ടൈമില് 2 പേര് എവിക്റ്റ് ആവുമെന്നാണ് അറിയാൻ. ഞാൻ പറയുന്നത് ഇതിൽ സേഫായിട്ട് നിൽക്കുന്ന സരികേനെയും പിന്നെ ഒനീൽ ഇപ്പൊ സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. ഷാരികയും വലിയ രീതിയിലൊന്നുമില്ല. അപ്പൊ സരികയും പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബാക്കി രേണ ഫാത്തിമയാണെങ്കിൽ അത്യാവശ്യം രേണ ഫാത്തിമയാണെങ്കിൽ ഉറക്കം ശരിയാവുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ രേണ ഫാത്തിമ, ഒനിയിൽ, രേണു, അനീഷ് ഇവർ അത്യാവശ്യം സംസാരിക്കുന്നത്. ഇപ്പം ഈ 6 പേരിൽ സരികയും ഷാരികയും പോകണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അവർ വലിയ രീതിയിലൊന്നുമില്ല, ഒരു ബിഗ് ബോസിൻ്റെ കണ്ടന്റ് എടുക്കുന്നില്ല. ഷാരികയ്ക്ക് സംസാരിച്ച് തുടങ്ങേണ്ടത് ആദ്യത്തെ തന്നെ സംസാരിച്ച് തുടങ്ങുന്നത്, അതൊന്നും നടത്തിയില്ല. അപ്പോൾ ബുധനാഴ്ച ഒരു ഡബിൾ എവിക്ഷൻ നടക്കും, 2 പേര് ഔട്ടാകും. അറിയില്ലാതെ ആരൊക്കെയാണെന്ന്. പക്ഷെ ഇത് ഔട്ടാവുന്നത് വോട്ടിംഗ് പ്രോസസ്സിങ്ങിലൂടെ അല്ല, ടാസ്ക് കളിക്കണം. ഇപ്പൊ നമ്മുടെ നാളെ ചിലപ്പോൾ ഒരു ഇത് വരുമായിരിക്കും. ഇപ്പൊ ബുധനാഴ്ചയാണ് വീക്കിലി ടാസ്ക് വരുന്നത്. അപ്പോൾ വീക്കിലി ടാസ്കില് നിങ്ങൾക്ക് എന്താണ് മര്യാദ പെർഫോമൻസ്, ഇപ്പൊ നിങ്ങൾ ചെയ്ത ഇതില് മര്യാദക്ക് ഒരു പെർഫോമൻസ് ഇല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോയിൻ ടാസ്ക് കഴിഞ്ഞല്ലോ, അതില് എന്താണ് ഒട്ടും കോയിൻ കിട്ടാത്ത ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരിലെ 2 പേരായിരിക്കും കൊണ്ടുപോകും. അതേപോലെയാണ് പറയുന്നത്. പിന്നെ 6 മണിയാകുമ്പോഴത്തേക്കും നോമിനേഷൻ, നമ്മുടെ ഒറിജിനൽ നോമിനേഷൻ വരെയാണ്. അങ്ങനെ എല്ലാവരും ഇത് പറയണം, ഓരോരുത്തരും പറയാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആൾക്കാർ എന്തിനാണ് ഈ പറയാൻ നേരിട്ടുള്ള ഓപ്പൺ നോമിനേഷൻ വരുമ്പോൾ എല്ലാവരും പേടിക്കുകയാണ് അവരെതിരാളിയുടെ പേര് പറയാൻ. അതെന്തിനാണ്? അപ്പൊ ഒരു സേഫ് ഗെയിമിങ്ങിന്റെ ഒരു ഭാഗമല്ല അത്. ഉള്ളില് കൺഫെഷൻ റൂമിലേക്ക് പോകുമ്പോ എന്താ നോമിനേഷൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. എനിക്കറിയില്ല. പിന്നെ ശരത്തിന് 6 വോട്ട് കിട്ടുന്നു, ഷൈത്യക്ക് 5 വോട്ട്, നെവിന് 4, ജിസൈലിന് 4, അനിമോളിന് 4, ബിന്നിക്ക് 4, ആദിലനോർക്ക് 3, ആര്യന് 3, ബിൻസിക്ക് 2. ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9 പേർക്ക് എന്ത് കിട്ടുന്നു? വോട്ട് കിട്ടുന്നു. അതില് 9, 10, 11, 12, 13, 14, 15 പേരുള്ളൂ. ഇപ്പം 1, 2, 3, 4 ഒരു മിനിറ്റ് 15 പേര് ഡയറക്റ്റ് നോമിനേറ്റ് ആയ അക്ബറും ഷാനവാസും ഉണ്ട്. അപ്പൊ 15, 16, 17. ബാക്കി ഒരാളും കൂടി ഉണ്ട്, അഭിലാഷിന് ഇതില്ല. എന്താണ് ആരും വോട്ട് ചെയ്തില്ല. അഭിലാഷ് മാത്രം ഇങ്ങനെ സേവ് ആയിട്ട് ഒരാഴ്ച നിൽക്കുന്നുണ്ട്, അഭിലാഷ് മാത്രം. അപ്പോൾ ഇത് കഴിഞ്ഞു. പിന്നെ 7 മണിയായപ്പോഴത്തേക്ക് ഒരു ഡിസ്കഷനാണ്. അനിമോളും രേണുസുതിക്ക് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മിഡ് വീക്കിനെ പറ്റിയൊക്കെ എന്തോന്നും തോന്നുന്നു. മിഡ് വീക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. 11:20 ജിസേൽ ഷൈത്യനോട് ക്ലാരിഫൈ ചെയ്യാണ് മറ്റേ ആദിലിനോറായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത കാര്യം. ജിസേല് കോംപ്രമൈസ് ചെയ്യാണ്. പിന്നെ 12:20 അനിമോള് ശൈത്യ റൂമിൽ വന്നിട്ടുള്ള ഒരു ടോക്കാണ്. അതിനിടയ്ക്ക് നെവിൻ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കോമഡി പോലെ. അപ്പൊ ഇത്രേ ഉള്ളൂ എപ്പിസോഡ്. നാളത്തെ ഒരു പ്രൊമോയിൽ എന്ന് വെച്ചാല് ഈ നമ്മുടെ അനീഷ് വന്നിട്ട് അറിയാതെ സ്റ്റീൽ സാധനം എന്തോ ഓവലിട്ട് ചൂടാക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ജിസേൽ ഇവരൊക്കെ വന്നിട്ട് പറയാന്നുണ്ടോ, അയ്യോ അങ്ങനെ ചെയ്യരുത്, കാരണം അത് വലിയൊരു പൊട്ടിത്തെറിക്കും. പക്ഷെ അനീഷ് ഇതൊന്ന് ആദ്യം ആണോ എന്നൊക്കെ പറയുന്നു. ആണോ ഓക്കെ എന്ന് പറയുന്നു. നിങ്ങളെന്താ ഇത്ര ഡ്രാമ കാണിക്കുന്ന പതിമര്യാക്ക് പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞിട്ട് അനീഷ് വേറൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നു. എനിക്കറിയത്തില്ല അനീഷ് എന്തൊക്കെയാണ് കടന്ന് കാണിക്കുന്നതെന്ന്. സത്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വെറുത്ത് വരികയാണ് പുള്ളിക്കാരനെ ആ വെറുപ്പിക്കൽ കളഞ്ഞാല് പുള്ളിക്കാരൻ ഒരു ഗുഡ് ഗെയിമറാണ്. പക്ഷെ അത് ചെയ്യത്തില്ല, എനിക്കറിയത്തില്ല എന്താണെന്ന്. പിന്നെ പിന്നെ ഷാനവാസും അക്ബറും തമ്മിലുള്ള ഒരു ഫൈറ്റും അതിൽ നടക്കുന്നുണ്ട്. അറിയില്ല നാളെ എന്തൊക്കെയോ നടക്കുന്നത്. നാളെ ഇത് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ വീക്കിലി ടാസ്ക് വരുമെന്ന് പറഞ്ഞിട്ട് ബുധനാഴ്ച തന്നെ ആയിരിക്കും, ബുധൻ വ്യാഴം സമയങ്ങളിലായിരിക്കും നടക്കുന്നത്.
മിഡ് വീക്ക് എവിക്ഷനിൽ എന്തായാലും ഒരു പണി കിട്ടും, 2 പേർക്ക് പണി കിട്ടും. അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി പുതിയൊരു ഞാൻ ലൈവ് ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ കുറച്ച് തിരക്കായിപ്പോ ലൈവ് ചെയ്യാൻ. അപ്പോൾ ബിസിയാണ് കുറച്ചിപ്പോ, അതുകൊണ്ട് ലൈവ് എടുത്ത എപ്പിസോഡ് റിവ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയും വിശേഷമായിട്ടൊക്കെ ഞാൻ വരുന്നു. അതുവരേക്കും ബൈ.